ഗൈസ്, ഈ കിടന്നുറങ്ങുന്നത് വേറെ ആരുമല്ല, എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഞായറാഴ്ച മാത്രമേ ഫ്രീഡം കിട്ടാറുള്ളൂ, അതുകൊണ്ട് ഞാനും എണീപ്പിക്കാൻ നിന്നില്ല. പിന്നെ എല്ലാവരും എണീക്കാൻ താമസിച്ചോണ്ട് ഇന്ന് അച്ഛൻ കൊണ്ടുവന്ന് ഉഴുന്നോടെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. മന്ത്ലി ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പതിവുള്ള കാര്യമാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് നഷ്ടം, നമുക്ക് ലാഭം. ആദ്യം അമ്മയുടെ മാല ശരിയാക്കാൻ വേണ്ടിയിട്ട് ജോസ്കോയിലാണ് പോയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കോഫി തന്നപ്പോഴേ നമ്മൾ ആ കപ്പ് നോക്കി വെച്ചതാണ്, അതാണ് അവർ ഗിഫ്റ്റായിട്ട് തന്നത്. പിന്നെ നേരെ അമ്മയ്ക്ക് പൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. അമ്മയ്ക്ക് പൂവെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ജീൻസ് ഇട്ടാൽ പോലും പറയും പൂ വെച്ചുകൊണ്ട് പോയാൽ മതിയെന്ന്. പിന്നെ അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നിന്ന്. പിന്നെ ഞാൻ മെയിനായിട്ട് ഒരു സാധനം ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേറൊന്നുമല്ല, ബെൽറ്റാണ്. സത്യം പറഞ്ഞാൽ ഈ 4ാം ക്ലാസ്സിൽ ബെൽറ്റിൽ എംബ്ലമൊക്കെ വെച്ചിട്ട് നമുക്ക് തരുമല്ലോ, ആ ബെൽറ്റായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്കും എൻ്റെ ചേച്ചിക്കും കൂടെയാണ് ഇത് മേടിച്ചത്. പിന്നെ നേരെ അടുത്തുള്ള കടയിലോട്ടാണ് പോയത്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ് ജ്യൂസ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കോണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റ്, മാഗി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം 2 എണ്ണം 15 രൂപയുള്ള ഓഫർ പ്രൈസിൽ ഉണ്ടായിരുന്നതാണ്. ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉള്ള സംഭവമാണിത്. പിന്നെ പോൺസിൻ്റെ ഒരു ക്രീം, ആൽമണ്ട് ക്രീം, ലിപ് ബാം, ഡോക്കിൻ്റെ ഫേസ് വാഷ്, നോസ്ട്രിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോൾ പബ്ലിക്കായിട്ട് മസാജിങ് സെൻറ്റർ 99 രൂപയ്ക്ക്. എൻ്റെ അമ്മയാണെങ്കിൽ അവർ മുമ്പിൽ പോയിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ അടി കിട്ടാതിരിക്കാൻ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്ന്. പിന്നെ പബ്സൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഞാൻ നേരത്തെ ഓഫർ പ്രൈസിൽ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ചിപ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ കാണുന്നത്. എനിക്കിത് വർത്തായിട്ടാണ് തോന്നിയത്. പിന്നെ നേരെ വീട്ടിൽ വന്ന് മാഗി ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാനാണ് പോയത്. നാളെ എൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.